ടോയ്ലറ്റിലേക്ക് പോയി ബാത്റൂമിൽ പോയി ഒളവെടുക്കാൻ പോകുന്ന ഓൺ ദി വേ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഇട്ടിട്ട് ബെഡ്റൂമിൽ പോയി മോന്റെ ഫോൺ ഒന്ന് നോക്കിയൊക്കെ +2കാരന്റെ ചാർജിങ് 8% ചാർജ് ആയിരിക്കും. 3.5 8%. യെസ്, ഇതുവരെ സിനിമ കണ്ടിട്ട് 3:25 ഉറങ്ങിയതാ. ഫോൺ സ്വിച്ച് ഓഫ് ആയിട്ട് ഇപ്പൊ ചാർജിന് വെച്ചതാ. ഉമ്മ സ്വർഗത്തിലേക്ക് കൊട്ടാരം വാങ്ങാൻ പോകുമ്പോൾ മകൻ നരക സീറ്റ് റിസർവ് ചെയ്തിട്ടാണ് അവൻ കിടന്നുറങ്ങുന്നത്. നമ്മുടെ വീടുകൾക്ക് ഇപ്പൊ 2 ദുരന്തമുണ്ട്, വിശേഷിച്ച് പണക്കാരുടെ വീടുകൾക്ക്. ഒന്നാമത്തെ ദുരന്തം ഞാൻ പറഞ്ഞത് 5 ബെഡ്റൂമും സിനിമാ തിയേറ്ററുകളായ കാല നമ്മുടെ വീടുകൾ. അതുകൊണ്ട് തന്നെ എന്താ പ്രശ്നം? ഈ ഉപ്പിയും വയസ്സായി ശയ്യാവലംബികളായ രോഗികളായാൽ ഒരുത്തൻ BDS, ഒരുത്തൻ FAMD, ഒരുത്തൻ MLD, ഒരുത്തൻ ആയുർവേദിക്, ഒരുത്തൻ MBBS, ഏകദേശം മെഡിക്കൽ കോഴ്സൊക്കെ ആയല്ലോ. കല്യാണം കഴിച്ച് ഖത്തർ, കുവൈത്ത്, ബഹ്റൈൻ, സൗദി, ഒമാൻ, GCCയിലെ 5 രാജ്യമായി. എല്ലാരും വിത്ത് ദെയർ വൈഫ്സ്, അവരുടെ ഭാര്യമാരൊന്നിച്ച് ഗൾഫില്. ഫോൺ വിളിച്ചപ്പം ചെറിയ മോനോട് ഉപ്പ ചോദിച്ചാടാ, ഉമ്മക്ക് തീരെ വയ്യടാ, ഭക്ഷണമൊക്കെ പുറത്തുനിന്നാ വാങ്ങല്, നീ വരുമോ ഒന്ന് കുറച്ച് ദിവസത്തേക്ക്? എനിക്കിപ്പോൾ ലീവില്ല. ഭാര്യ നാട്ടിലാണെങ്കിൽ ചെറുപ്പക്കാര് മിക്കവാറും വരും. അതിന് കാരണം പറയല്, റമദാനിലും റബീഉൽ അവ്വലിലും നാട്ടിൽ കൂടിയാലേ റാഹത്താവുള്ളൂ. അത് ഭാര്യ അങ്ങോട്ടേക്ക് പോയി നോക്കണം. എന്നിട്ട് എന്താ പറയല്? ടിക്കറ്റ് ഫെയർ. ആരോടാ മോനെ ഈ ഉടായിപ്പ്? ആരോടാ?